അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPLൻ്റെ ആവേശം തുടങ്ങിയിരിക്കുന്നു. IPLൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ RCB ഡിഫൻഡിങ് ചാമ്പ്യൻസ്, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ RCB സൺറൈസേഴ്സ് ഹൈദരാബാദിന് 6 വിക്കറ്റിന് തുരത്തി വിട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പഞ്ചാറാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ടോസ് കിട്ടിയ RCB ബോളിംഗ് തിരഞ്ഞെടുത്തു. വ്യക്തമായ പ്ലാൻ തന്നെയായിരുന്നു. കാരണം അധികം വലിയ സ്കോറില്ലാതെ സൺറൈസേഴ്സിനെ തളച്ചിടുക, ചേസ് ചെയ്ത് പെട്ടെന്ന് കളി അവസാനിപ്പിക്കുക. ആ തന്ത്രമായിരുന്നു എന്തായാലും RCBയുടെ. പക്ഷെ ആ തന്ത്രം പട്ടീദാർ ആദ്യത്തെ കുറച്ച് ഓവറുകൾ വളരെ വിശദമാണ്, വളരെ നല്ല രീതിയിൽ തന്നെ അത് അവർ ചെയ്യാൻ പറ്റി. കാരണം ഡഫി നല്ല രീതിയിൽ തന്നെ അത് ഇതാക്കി. ഡഫി 3 വിക്കറ്റ് എടുത്തു. ഭുവനേശ്വർ കുമാറും ഡഫിയും ആദ്യത്തെ ഓവറുകളിൽ റൺസ് വിട്ടുകൊടുക്കാൻ വളരെ പിശുക്കി. പക്ഷേ അവരുടെ ഓവറുകളാണ് കഴിഞ്ഞപ്പോൾ പിന്നെ അടിയായി എന്ന് പറഞ്ഞാൽ 4 ഓവറിൽ 29 റൺസ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഫൈൻ, 4 ഓവറിൽ 29 റൺസ് അല്ലെങ്കിൽ 33 റൺസിന് 3 എന്നുള്ള ലെവലിലായിരുന്നു ഒരവസരത്തിൽ സൺറൈസേഴ്സ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു 100 അല്ലെങ്കിൽ 120 ഇഴഞ്ഞ് നീങ്ങി പോകുന്നു വെച്ചാൽ. പക്ഷേ ഇഷാൻ കിഷൻ വന്നതോടുകൂടി കളം തിരിഞ്ഞു. ഇഷാൻ കിഷൻ വന്നിട്ട് 80 റൺസ് എടുത്തു. ടക്ക് 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 എന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. 80 റൺസ് എടുത്തു. ക്ലാസൻ ഇഷാൻ കിഷാന് നല്ലൊരു മികച്ച പിന്തുണയും കൊടുത്തു. അവർ തമ്മിൽ 97 റൺസിൻ്റെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. ക്ലാസൻ്റെ ക്യാച്ച് അതെനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. ഫിൽസാൾട്ട് അത് റോപ്പുമ്മ ടച്ച് ചെയ്ത് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. പക്ഷേ തേർഡ് നമ്പറൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് നോട്ട് ഔട്ട് കൊടുത്തു. അത് എനിക്ക് ഔട്ട് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അത് കൃത്യമായിട്ടൊരു ആംഗിളിൽ നിന്ന് തേർഡ് നമ്പറിനെ നോക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. തേർഡ് നമ്പറിൻ്റെ ഫ്രണ്ട് വ്യൂവും ജസ്റ്റ് ഒരു സൈഡ് ആംഗിൾ വ്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ തേർഡ് അമ്പയർ ചോദിക്കുന്നുണ്ട് ടോപ്പ് എന്നുള്ള ആംഗിൾ ഉണ്ടോയെന്ന്. പക്ഷേ ആംഗിൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് കാരണം അതെനിക്കിപ്പോഴും ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഇഷാൻ കിഷാൻ്റെ ക്യാച്ച്, ഫിൽസാൾട്ടിൻ്റെ ക്യാച്ച്, കിഡില്ല. ഫിൽസാൾട്ട് 3 ക്യാച്ച് കൊണ്ട് എടുത്തു കേട്ടോ. കിഡിലായിട്ട് ഫിൽസാൾട്ട് ഇഷാൻ കിഷാനെ വീഴ്ത്തി. ഇഷാൻ കിഷാൻ വീടില്ലായിരുന്നെങ്കിൽ ഇഷാൻ കിട്ട് സെഞ്ചുറി അടിക്കുകയും ചെയ്തു. ചിലപ്പോൾ 250, 230 പ്ലസ് സ്കോർ എടുത്തായിരുന്നു. അത് RCB കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പ്രഷർ കൂടായിരുന്നു. എനിവേ എന്നിരുന്നാൽ പോലും ഒരു ദിവസത്തിൽ 33-3 എന്ന നിലയിൽ വീണ അവർ 201 എന്നുള്ള സ്കോർ എടുത്തു. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച 3 പേരാണ്. ഒന്ന് ഇഷാൻ കിഷൻ 80 റൺസ്, ക്ലാസ് നല്ല കളി കളിച്ചു. പിന്നെ അനികേത് വർമ്മ അവസാനത്തെ ഓവറുകളിൽ മിന്നിത്തിളങ്ങി 18-43 റൺസ് എടുത്തു. അത് കാരണം കൊണ്ടാണ് അവർക്ക് ഇത്രയും ഒരു മികച്ച സ്കോർ എടുക്കാൻ പറ്റിയത്. അഭിഷേക് ശർമ്മ പിന്നെയും നിരാശപ്പെടുത്തി. ഒരു 6 ഒക്കെ അടിച്ചെങ്കിലും അധികം റൺസ് നീണ്ടുപോയില്ല. പിന്നെ ട്രാവിസ് ഹെഡും ഓക്കെ ഒരു 4 ഒക്കെ ഒരു 6 4 ഒക്കെ അടിച്ചെങ്കിലും വലിയൊരു നീണ്ട ഇന്നിങ്സ് കളിക്കാൻ ട്രാവിസ് ഹെഡിനും കഴിഞ്ഞില്ല. അങ്ങനെ 201 അവസാനിച്ചു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ RCB ആദ്യത്തെ ഓവർ 2 4 സാൾട്ട് അടിച്ചു. രണ്ടാമത്തെ ഓവർ സാൾട്ട് വീണു. ഫിൽസാൾട്ട് ഞാൻ വിചാരിച്ചു 2 4 അടിച്ചതോടുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം നമ്മുടെ വേൾഡ് കപ്പിൽ മോശം പ്രകടനം കാഴ്ചവെച്ച് ഇങ്ങോട്ട് വന്നിട്ട് 2 4 ഒക്കെ അടിച്ചപ്പോൾ ഞാൻ ചോദിച്ചോ ബെറ്റർ എന്ന് ചോദിച്ചു. പക്ഷേ രണ്ടാമത്തെ ഓവറിൽ നമ്മുടെ 6 പേര് പോയി മറന്നുപോയി. എനിവേ രണ്ടാമത്തെ ഓവറിൽ വീണു. പിന്നെ വന്ന പടിക്കൽ ഇമ്പാക്ട് പ്ലെയറായിട്ടാണ് പടിക്കലെത്തിയത്. കാരണം ഡഫിയുടെ 4 ഓവർ കഴിഞ്ഞതോടുകൂടി ഡഫിനെ മാറ്റിയിട്ട് പടിക്കലിനെ ഇറക്കി. പടിക്കൽ വന്നിട്ട് അടിയോട് അടി. 60 പ്ലസ് സ്കോർ എടുത്തു പടിക്കൽ എന്നിട്ട് ക്വിക്കായിട്ടുള്ള ബൗണ്ടറി ആയിരുന്നു. 6 4 വന്ന ഫസ്റ്റ് ബോളിന് 6 ആയിരുന്നു. പിന്നെ അങ്ങനെ അടിച്ചടിച്ച് ഒരു ലെവലാക്കി, ഒരു കംഫർട്ടബിൾ ലെവലാക്കിയിട്ടാണ് പിന്നെ പടിക്കൽ ഔട്ടായത്. 61-62 റൺസ് എടുത്ത് പടിക്കൽ ഔട്ടായി. പിന്നാലെ വന്ന ക്യാപ്റ്റൻ രജിത് പട്ടിദാർ പിടിച്ചതിനൊക്കെ വലുത് അറിയില്ലെന്ന് പറഞ്ഞ പോലെ രജിത് പട്ടിദാർ അടി തുടങ്ങി. ഒരു അറ്റത്തിന് രജിത് പട്ടിദാർ പെട്ട അടി തുടങ്ങി പറ്റില്ലേ. എനിവേ രജിത് പട്ടിദാർ അടി തുടങ്ങി. 6 4 6 എന്നൊക്കെ അടി തുടങ്ങി. പക്ഷേ അതിന് ഒരു അറ്റത്ത് കിങ് കോഹ്ലി ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അടിക്ക് 6 4 ആളടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് സിംഗിളും ഡബിളും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പടിക്കൽ അടിച്ചു തുടങ്ങിയപ്പോൾ കോഹ്ലി കുറച്ചൊന്ന് സൈഡായി. കാരണം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ കോഹ്ലി ഇടയ്ക്ക് 6 4 ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം പട്ടിദാർ ഔട്ടായി. പിന്നെ വന്ന ടിം ഡേവിഡാണ് ദി ജയൻറ്റ് മാൻ. ടിം ഡേവിഡ് വന്നിട്ടും 2 4 ഒക്കെ അടിച്ച് അതിൻ്റെ ഇടയ്ക്ക് കോഹ്ലി ഹാഫ് സെഞ്ചുറി പൂർത്തിയാക്കിയിട്ട് ഹർഷൽ പട്ടേലിൻ്റെ വരവ് വന്നു. ഹർഷൽ പട്ടേൽ വന്നിട്ട് കോഹ്ലിയുടെ വക 6 4 4 അടിച്ചിട്ട് കളി ജയിപ്പിച്ചു. ഏതാണ്ട് 3 ഓവർ അല്ലെങ്കിൽ 4 ഓവർ ബാക്കി നിൽക്കുകയാണ് RCB ജയിച്ചത്. ഏകപക്ഷീയമായെന്ന് ചോദിച്ചാൽ ഏകപക്ഷീയമായിരുന്നു. പക്ഷേ
ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ ഏകപക്ഷീയമായിരുന്നോ എന്ന് വിചാരിച്ചു. കാരണം 201 മറികടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ബാറ്റിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഏകപക്ഷീയനായി, ഒന്നും ചെയ്യാനൊന്നുമില്ല. എനിവേ വെൽഡൺ. അവരുടെ കിട്ടിയ കപ്പ് സൂക്ഷിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ബാംഗ്ലൂർ. ആ ഒരു മെൻറ്റാലിറ്റി അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. എനിവേ വെൽഡൺ. നല്ല തുടക്കം RCB. കിങ് കോഹ്ലി മുന്നിൽ പറഞ്ഞു വെച്ചു 69 റൺസ്. ഓൾവേസ് ചേസിങ് മാസ്റ്റർ നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ മത്സരം എന്തായാലും RCB കൊണ്ടുപോയി.